Good morning. Good morning. കേൾക്കാൻ പറ്റുന്നില്ലേ? യെസ്. ഇത് വേറൊരു മിസ് ലീവ് ആയതുകൊണ്ടേ ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. ഇന്ന് വന്ദന മിസ് ആയിരുന്നല്ലേ നിങ്ങൾക്ക് ഇന്ന് ഫസ്റ്റ് അവർ. അതുകൊണ്ട് മിസ്സിന് വേറൊരു ക്ലാസ്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നപ്പോഴ് പിന്നെ നിങ്ങൾക്ക് എടുക്കണവരല്ലേ കയറാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് അവർ ഫ്രീ ആയിരുന്നു. അപ്പൊ അത് കാരണം ഞാൻ കയറിയതാണ്. നമുക്ക് ആ പോർഷൻ ബാക്കിയുള്ളത് കുറച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് റിവിഷനും ചെയ്യാം കേട്ടോ. നമുക്ക് എക്സ്ട്രാ കിട്ടിയ ഒരു അവറാണ്. അപ്പൊ അത് നമുക്ക് മാക്സിമം എന്താ പറയാ പ്രയോജനപ്പെടുത്താം. നമ്മൾ ആ ഒബ്ജക്റ്റീവ് ഫീച്ചേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നേ അല്ലെ. ഫീച്ചേഴ്സ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്, അതിന്റെ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ കംപ്ലീറ്റ് പറഞ്ഞായിരുന്നു. ഇനി അപ്പൊ ബാക്കിത്തെ ആ പോയിന്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് എന്നിട്ട് കുറച്ച് വേണമെങ്കിലേ കുറച്ച് ക്വസ്റ്റ്യൻസ് റിവിഷൻ ആയിട്ട് നോക്കുകയും ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. യെസ്. ഓക്കെ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചില്ലേ? കഴിച്ചില്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചിട്ടല്ലേ ക്ലാസ്സിൽ കയറിയത്? ഓക്കെ. ഇന്നലെ നിങ്ങൾക്കൊരു അവധി കിട്ടിയല്ലേ? ഇന്നലെ മിനിഞ്ഞാന്ന് വെനസ്ഡേ തേഴ്സ്ഡേ 2 ദിവസം പെരുന്നാളൊക്കെ ആയിട്ട് അവധി കിട്ടി. ഓക്കെ. എല്ലാവരും ഒക്കെ എന്താ പറയാ 2 ദിവസം കൊണ്ടൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? പിള്ളേർക്ക് സ്കൂളൊക്കെ തുറക്കണതിന്റെ തിരക്കാണ്. ഞാനും അത് ഇന്നലെ പിള്ളേർക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയി. നമുക്ക് ഇന്നലെ ഓഫീസ് ഒഴിവായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവധി കിട്ടിയപ്പോ ചെയ്തു വെച്ചു. ഓക്കെ. യെസ്. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏതാണ്? ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഫീച്ചേഴ്സ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്. ഒന്നാമത്തെ ഫീച്ചർ എന്താണ്? കളക്റ്റീവ്. ഈ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്ന കാര്യമല്ല, ഒരു കൂട്ടായ പ്രവർത്തനമാണ്. ഇറ്റ്സ് എ കളക്റ്റീവ്. അതാണ് ഒന്നാമത്തെ ഫീച്ചർ. ഇറ്റ് ഈസ് എ കളക്റ്റീവ് ഇൻ 2 ways. അത് 2 രീതിയിൽ കളക്റ്റീവ് ആണെന്ന് പറയാം. ഒന്നാമത്തെ എന്താണ്? ഫസ്റ്റ്ലി the workers bargain collectively for the common interest and the welfare of all the workers. ഫസ്റ്റ്ലി ആദ്യത്തെ എന്താ പറഞ്ഞേക്കുന്നത്? വർക്കേഴ്സ് ഒരുമിച്ച് കൂട്ടായിട്ട് അവര് ബാർഗെയിൻ ചെയ്യും. എന്ത്? വർക്കേഴ്സിന്റെ താല്പര്യങ്ങള്, അവരുടെ ക്ഷേമം, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വർക്കേഴ്സ് എന്ത് ചെയ്ത് കൂട്ടായിട്ട് ബാർഗെയിൻ ചെയ്യും. അപ്പൊ അതും ഒരു വർക്കറായിട്ട് ചെയ്യുന്ന കാര്യമല്ല അല്ലെ? അത് അവരുടെ റെപ്രസെന്റേറ്റീവ്സ് മുഖാന്തരം അവര് കൂട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഒന്നാമത് പറഞ്ഞേക്കുന്നത്. സെക്കൻഡ്ലി, the management and workers mutually arrive at an agreement beneficial for both through negotiation. കണ്ടോ? ഇനി എന്താ? മാനേജ്മെന്റിനും വർക്കറിനും ഒരുപോലെ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് അല്ലെ? ഒരുപോലെ അവര് എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഒരു അഗ്രിമെന്റിലേക്ക് എത്തിച്ചേരുന്നത്. അത് രണ്ടു കൂട്ടർക്കും ചർച്ചയിലൂടെ രണ്ടു കൂട്ടർക്കും ബെനിഫിഷ്യൽ ആകുന്ന രീതിയിൽ അവര് തമ്മിൽ പരസ്പരം രണ്ടു കൂട്ടരും കൂടി ചേർന്നുകൊണ്ടാണ് ആ ചർച്ചകൾ ചെയ്യുന്നത്. അവിടെയും അപ്പൊ നമുക്ക് കളക്റ്റീവ് ആണെന്ന് പറയാം. ഇനി രണ്ടാമത് നോക്കിയേ, ഈക്വൽ ബാർഗെയിനിങ് സ്ട്രെങ്ത്. കണ്ടോ? രണ്ടുപേർക്കും, രണ്ടു കൂട്ടർക്കും, മാനേജ്മെന്റിനും വർക്കേഴ്സിനും എന്താ? തുല്യ ബാർഗെയിനിങ് പവർ ആണെന്ന്. അവിടെ ഒരാൾക്ക് കൂടുതൽ കുറവൊന്നുമില്ല. രണ്ടുപേർക്കും ബാർഗെയിനിങ് സ്ട്രെങ്ത് ഈക്വൽ ആണ്. അതായത് ആ ചർച്ചയില് അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ കാര്യങ്ങൾ പറയാനുള്ള ഒരു അധികാരം കാര്യങ്ങളുണ്ട്. ഒരാള് ഉയർന്നത് താഴെയും അങ്ങനെ പറയാൻ പറ്റില്ല. ബാർഗെയിനിങ് സ്ട്രെങ്ത് രണ്ടുപേർക്കും ഒരുപോലെയാണ്. രണ്ടുപേർക്കും അവരുടേതായ എന്താ പറയാ ഒരു ഇമ്പോർട്ടൻസ്, രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം ഉണ്ട് അവിടെ. Okay, both of the parties have equal bargaining strength and that is a feature of collective bargaining. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. അപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ ഒരു ഫീച്ചർ എന്താ? രണ്ടു കൂട്ടർക്കും, മാനേജ്മെന്റിനും വർക്കേഴ്സിനും ഒരുപോലെ ബാർഗെയിനിങ് സ്ട്രെങ്ത് ഉണ്ട്, ഈക്വൽ ബാർഗെയിനിങ് സ്ട്രെങ്ത്. അതാണ് ഒരു കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. In the context of collective bargaining, both the parties bargain from a position of equal strength. കണ്ടോ? രണ്ടുപേരും തുല്യ ശക്തിയായി നിന്നുകൊണ്ട്, തുല്യ പൊസിഷനിൽ നിന്നുകൊണ്ട് ബാർഗെയിൻ ചെയ്യുന്നു. അതായത് രണ്ടുപേർക്കും ഒരുപോലെയാണ് ആ ഒരു അധികാരം. അതില് ബാർഗെയിനിങ്ങില് രണ്ടുപേർക്കും പവർ ഒരുപോലെയാണ്.
as their bargaining strength is equal. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ ബാർഗൈനിങ് സ്ട്രെങ്ത് തുല്യമാണ്, ഈക്വൽ ആണെന്ന് പറയുന്നത്. This process can be called industrial democracy at workplace. ഈ പ്രോസസ്സിനെ, ഈ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ എന്തെന്നാ പറയുന്നത്? വർക്ക് പ്ലേസിലെ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി എന്ന് വെച്ചാൽ വ്യവസായ ജനാധിപത്യം എന്ന് ഈ പ്രോസസ്സിനെ വിളിക്കാം. രണ്ടുപേർക്കും ഈക്വൽ ആണ്, മാനേജറിനും മാനേജ്മെന്റിനും അതുപോലെ നമ്മുടെ വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയിക്കും ഈക്വൽ സ്ട്രെങ്ത് ആണ്. അതുകൊണ്ട് ഇതിനെന്ത് ഈ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് എന്തെന്ന് പറയാം? ഇൻഡസ്ട്രിയൽ ഡെമോക്രസി അറ്റ് വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിലെ വ്യവസായ ജനാധിപത്യം, അതായത് നമുക്ക് ഇൻഡസ്ട്രിക്കും ഉണ്ട് അതുപോലെ തന്നെ ആളുകൾക്കും ഉണ്ട് ഇമ്പോർട്ടൻസ്, ഈക്വൽ ആണ്. അതുകൊണ്ട് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി അറ്റ് ദ വർക്ക് പ്ലേസ് പറയാം. ക്ലിയർ ആണോ നോക്കിയേ? This process can be called industrial democracy at the workplace. Okay. കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും തുല്യ ബാർഗൈനിങ് സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ, ഈ രണ്ടുപേർക്കും ഒരുപോലെ ആ ബാർഗൈനിങ് സ്ട്രെങ്ത് ഉണ്ടെന്ന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡസ്ട്രിയൽ ഡെമോക്രസി എന്ന് പറയുന്നത്, വ്യവസായ ജനാധിപത്യം എന്ന് ഈ കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സിനെ പറയുന്നു. ഇനി അടുത്ത് നോക്കി, ഫ്ലെക്സിബിൾ. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ ഫ്ലെക്സിബിള്? ഫ്ലെക്സിബിൾ കുറച്ച് വഴവഴപ്പുള്ളതാണ് അല്ലെ? വഴവഴപ്പുള്ളതാണ്, അതായത് എന്താ, ഒത്തിരി കടുംപിടുത്തമുള്ളതല്ല, കുറച്ച് അഴവുള്ളതാണ്, ഫ്ലെക്സിബിൾ ആണ്. Collective bargaining is a group activity in which the representatives of workers and the manager utilize their energies so that a solution can be obtained which is acceptable by the both the parties. നമ്മൾ പറഞ്ഞില്ലേ ഇതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്. അവിടെ വർക്കേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ്സ്, നമ്മുടെ യൂണിയൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവര് വർക്കേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ്സും അതുപോലെ മാനേജ്മെന്റും അവർക്കുടെ എനർജി, അതിനകത്ത് ആ ബാർഗൈനിങ്ങിന് അവർക്കുടെ ശക്തി അവരെ യൂട്ടിലൈസ് ചെയ്യുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? രണ്ടു കൂട്ടർക്കും ഒരുപോലെ സ്വീകാര്യമായിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരും. എങ്കിലല്ലേ ആ ചർച്ച വിജയകരമാകുക എന്ന് പറയാൻ പറ്റുള്ളൂ. രണ്ടുപേർക്കും ഒരുപോലെ നമുക്ക് ആപ്റ്റായിട്ടുള്ള, ഒരുപോലെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരും. Inflexibility or rigidity of thoughts and idea should be avoided for a smooth bargaining process. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ, ഇൻഫ്ലെക്സിബിലിറ്റി ഓർ റിജിഡിറ്റി. ഫ്ലെക്സിബിൾ അല്ല, ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് മാറ്റൂല എന്ന് പറഞ്ഞ് മാനേജ്മെന്റ് കട്ടയ്ക്ക് നിന്ന് അവിടെ കാര്യം നടക്കോ? ഇല്ല. അല്ലെങ്കിൽ എംപ്ലോയിയുടെ റെപ്രസെന്റേറ്റീവ്സ് പറയുകയാണ്, നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തിന് ഞങ്ങൾക്ക് അത് നിൽക്കാൻ പറ്റില്ല എന്ന് അവരും ഇങ്ങനെ റിജിഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മള് ഈ ഇൻഫ്ലെക്സിബിലിറ്റി റിജിഡിറ്റിയും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സ്മൂത്ത് ബാർഗൈനിങ് പ്രോസസ്സിൽ ഒഴിവാക്കണം. ക്ലിയർ ആയോ പറയുന്നേ? അതായത് അവർക്കുടെ കാര്യം, ചിലര് പറയില്ലേ, ഞാൻ പിടിച്ച മുയലിന്റെ 3 കൊമ്പെന്ന്, ആര് പട്ടക്കടിച്ചാലും അവരനങ്ങൂല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബാർഗൈനിങ്ങിലൂടെ നമുക്കൊരു കൂട്ടായി രണ്ടുപേർക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുമോ? ഒരു ചെറിയ വിട്ടുവീഴ്ചയും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യണ്ടേ അല്ലെ? എങ്കിൽ മാത്രമല്ലേ നമ്മളൊരു ഗമ്യതയിലെത്തി രണ്ടുപേർക്കും ഒരേപോലെ സ്വീകാര്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്താൻ പറ്റുള്ളൂ അല്ലേ? നമ്മള് ചില കാര്യം, ഇപ്പൊ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലും പറഞ്ഞു വരുമ്പോ വഴക്കാവും, എന്തെങ്കിലും ആവും. ഒരാൾ അതിനകത്തൊന്ന് വിട്ടു കൊടുക്കാനൊക്കെ തയ്യാറാവണ്ടേ? എങ്കിലല്ലേ സ്മൂത്ത് ആയിട്ട് നമ്മൾ ആ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. അല്ലാതെ ഞാൻ എന്ന് കട്ടയ്ക്ക് അവിടെ നിൽക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ രണ്ട് ലോകത്തായിട്ട് കഴിയേണ്ടി വരും. വഴക്കിടാറുണ്ടോ ഹസ്ബൻഡുമായിട്ടൊക്കെ? കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. മാരേജ് കഴിഞ്ഞവരോടായിട്ട് ചോദിച്ചേ, ശില്പ അവിടെ സങ്കടം ഒക്കെ കാണിക്കുന്നുണ്ട്, വഴക്കിടാറുണ്ട്. ഞാനും വഴക്കിടാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെയാണ്. അത് 2 ദിവസം 3 ദിവസം മാക്സിമം, അതിൽ കൂടുതൽ ആരും വെച്ചോണ്ടിരിക്കരുത്. പെട്ടെന്ന് തന്നെ അത് കോംപ്രമൈസ് ചെയ്തോളണം. ഓക്കെ, ചെറിയ ചെറിയ, ഇപ്പൊ എല്ലാ കാര്യത്തിനും നമുക്ക് ഒരേ അഭിപ്രായമാണെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലെ? എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരിക്കൽ പോലും വഴക്കിടാത്തവരാരും ഉണ്ടാവില്ല. അത് എന്ത് ചെയ്യുക? പരസ്പരം രണ്ടുപേരും തുറന്ന് സംസാരിച്ച് കാര്യങ്ങള്, ഇപ്പൊ നമ്മുടെ ഭാഗത്ത് തെറ്റെങ്കിൽ നമ്മളത് എന്താ പറയാ, അത് അംഗീകരിക്കണം. സോറി അല്ലെ? ആ ഒരു കാര്യം കൊണ്ട് അവിടെ തീരും. എനിക്ക് പറ്റി എന്നുള്ളത് രണ്ടുപേരും തുറന്ന് തെറ്റ് സമ്മതിച്ച് അത് പിന്നീട് നമ്മളെന്താ കുറച്ചും കൂടി അപ്പൊ ഒരു സ്നേഹം ഉണ്ടാവില്ലേ വഴക്കൊക്കെ കഴിഞ്ഞിട്ട്? ഇല്ലേ?
പിണക്കമൊക്കെ കഴിഞ്ഞ് വരുമ്പോ കുറച്ചും കൂടി പൊടി സ്നേഹം വരും. ഇടയ്ക്കൊക്കെ വഴക്കിടണം, എന്നാലാണ് നമുക്ക് ആ ഒരു സ്നേഹം. അല്ലെങ്കിൽ ഒരു വഴക്കില്ലാതെ പോകുമ്പോ അത് ശരിയാവല്ല അല്ലെ. ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ അല്ലേ ജീവിതം. അപ്പൊ ഇവിടെ നമ്മൾ ബാർഗൈനിങ്ങിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? കളക്റ്റീവ് ബാർഗൈനിങ്ങില് ഇൻഫ്ലെക്സിബിലിറ്റി ഓർ റിജിഡിറ്റി ഓഫ് തോട്ട്സ്, അവര് വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. ഇപ്പൊ എംപ്ലോയി പറയുന്ന എംപ്ലോയിയുടെ റെപ്രസെന്റേറ്റീവ്സ് അവരുടെ കാര്യങ്ങൾ കുറച്ച് ഫ്ലെക്സിബിൾ ആയിക്കൊള്ളണം മാനേജ്മെന്റ്. അതുപോലെ മാനേജ്മെന്റ് ഇപ്പൊ തൊഴിലാളികൾ പറയുന്ന കാര്യങ്ങൾ ന്യായമാണെങ്കിൽ അവര് കടുംപിടുത്തം പിടിക്കാതെ എന്ത് ചെയ്യണം? അവരും ഒന്ന് അഴിഞ്ഞു കൊടുക്കണം. എങ്കിൽ മാത്രം ഒരു സ്മൂത്ത് ആയിട്ടുള്ള ബാർഗൈനിങ് പ്രോസസ് നടക്കുള്ളൂ. അപ്പൊ ഈ സ്മൂത്ത് ബാർഗൈനിങ് പ്രോസസ്സിൽ എന്ത് കാര്യങ്ങൾ ഒഴിവാക്കണം? ഇൻഫ്ലെക്സിബിലിറ്റി ഓർ റിജിഡിറ്റി. ക്ലിയർ അല്ലേ പറയുന്നേ? അത് ഒഴിവാക്കണം. ഇനി collective bargaining is a give and take process. Give and take process എന്താ? where the concerned parties arrive at a solution by exchanging their diverse view. അല്ലെ, രണ്ടുപേർക്കിടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസം ഉണ്ടാവും. മാനേജ്മെന്റ് എന്ത് ചെയ്യും? അവർക്കുടെ രീതിക്കാ ചിന്തിക്കുന്നത്. എന്നാൽ എംപ്ലോയി അവർക്കുടെ രീതിക്കാ. അവർക്കുടെ ആ വ്യൂസ്, അവരുടെ കാഴ്ചപ്പാടുകളിൽ വൈവിധ്യം ഉണ്ടാകും. അപ്പൊ അവർ എന്ത് ചെയ്യണം? പരസ്പരം അവർക്കുടെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ അവർ എക്സ്ചേഞ്ച് ചെയ്യണം. അവിടെ എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ഒരു ഗീവ് ആൻഡ് ടേക്ക് കൊടുക്കുക, നമ്മൾ വാങ്ങുക അല്ലെ, ഗീവ് നൽകുക, വാങ്ങുക. അപ്പൊ അത് പരസ്പരം അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഒരു എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ് ആണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ, അത് ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ് ആണ്. അവിടെ ആശയങ്ങൾ അവർക്കുടെ പരസ്പരം കൈമാറി പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് എന്ത് ചെയ്യുന്നു? അവിടെ ഒരു സൊല്യൂഷനിലേക്ക്, രണ്ടു കൂട്ടർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്വീകാര്യമായിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് അവിടെ എത്തിച്ചേരുക ചെയ്യുന്നത്. ദിസ് ഈസ് എ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ്. അതാണ് കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഡിസ്റ്റിങ്റ്റീവ് പ്രത്യേകത. എന്താണ് ആ പ്രത്യേകത? എന്താണ് അവിടെ ചെയ്യുന്നത്? ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ് ആണ്. രണ്ടുപേരും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് അതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടൊക്കെ ഇരുന്നാൽ മാത്രമാണ് എന്താ നമുക്ക് ആ ബാർഗൈനിങ്, കളക്റ്റീവ് ബാർഗൈനിങ് നമ്മൾ സക്സസ് ആയി നെഗോഷിയേഷനിലൂടെ നമ്മൾ അവിടെ ഒരു രണ്ടുപേർക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് തന്നെയാണ് ഏത് ഈ കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫ്ലെക്സിബിൾ ആണ് അടുത്തൊരു ഫീച്ചർ. ഇനി അടുത്ത് നോക്കിയ വോളണ്ടറി ആണ്. വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ? വോളണ്ടറി സ്വമേധയുള്ളതാ. ഇത് ആരെങ്കിലും അടിച്ച് ഏൽപ്പിക്കുന്ന കാര്യമാണോ? അല്ല. നമ്മൾ ഇപ്പൊ എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാ. മാനേജ്മെന്റ് ആണെങ്കിൽ മാനേജ്മെന്റ് സ്വന്തമായിട്ടാണ്, അല്ലാതെ വേറെ ആരും അവിടെ ഫോഴ്സ് ചെയ്തിട്ടുള്ള കാര്യമല്ല. ഈ രണ്ട് പാർട്ടികളും അവരുടെ സ്വന്തം ഇഷ്ടത്തില്, അല്ലെങ്കിൽ ഇപ്പൊ എംപ്ലോയി ആണെങ്കിൽ എന്താണ് അവർക്കുടെ കാര്യങ്ങള് അവർക്ക് വേണ്ട ന്യായമായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനും ഒക്കെയാണ് ഇത് ചെയ്യുന്നത് അല്ലെ. അവർക്ക് വേണ്ട ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കാനും ഒക്കെ ആയിട്ട് ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് നമുക്ക് അവിടെ നടക്കാം. അപ്പൊ എന്ന് പറഞ്ഞാൽ അവര് സ്വന്തമായിട്ടുള്ളതാണ്, സ്വമേധയാ ഉള്ളതാണ്. The act of coming together with the workers management cannot be forced or imposed upon anyone. കണ്ടോ, ഇത് ആരും അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമല്ല, ആരുടെ മേലും അടിച്ചേൽപ്പിക്കുന്നത് കാര്യമല്ല. എന്റെ കാര്യങ്ങൾ ഇപ്പൊ എംപ്ലോയിയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ, ന്യായമായ കാര്യങ്ങൾ നേടണമെങ്കിൽ നമ്മൾ തന്നെ അതിന് മുന്നിട്ടിറങ്ങണം. അല്ലാതെ വേറെ ആരും നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന വേറെ പുറമേന്ന് ഒരാരും പറഞ്ഞു തന്നെ ഒരു കാര്യമൊന്നും അല്ല. പാർട്ടീസ് വോളണ്ടറി. രണ്ടുപേരും രണ്ടു പാർട്ടീസും ആരൊക്കെയാ? രണ്ട് പാർട്ടി ആരൊക്കെയാ അവിടെ? ബാർഗൈനിങ്ങിലുള്ള രണ്ട് പാർട്ടി ആരാ? മാനേജ്മെന്റും വർക്കേഴ്സും അല്ലെ. അവര് രണ്ടുപേരും എന്താ? ബോത്ത് ദ പാർട്ടീസ് വോളണ്ടറി. രണ്ടുപേർക്കും സന്നദ്ധതയുണ്ട്. എന്തിന്? ടു ഹാവ് എ പ്രൊഡക്റ്റീവ് ഡയലോഗ് ഓൺ വേരിയസ് ട്രബിളിംഗ് ഇഷ്യൂസ്. ഉണ്ടോ? പ്രശ്നപരമായിട്ടുള്ള വിഷയങ്ങള് ഇപ്പൊ കമ്പനിയിലാണെങ്കിലും എന്തെങ്കിലും പ്രശ്നകരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കാൻ രണ്ടു കൂട്ടർക്കും എന്താ? രണ്ടു കൂട്ടരും സന്നദ്ധരാണ്. രണ്ടുപേരും ഒരുപോലെ കട്ടയ്ക്ക് നിന്ന് നല്ല രീതിയിൽ നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രം അത് സക്സസ് ആയിട്ട് പോകുള്ളൂ. അപ്പൊ ഇങ്ങനെ കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാല് അതില് സംസാരിക്കാൻ രണ്ടു കൂട്ടർക്കും സന്നദ്ധരാണ് അവര്. Views of each other are scrutinized extensively to find an agreeable solution. കണ്ടോ, രണ്ടുപേർക്കിടെയും കാഴ്ചപ്പാടുകള് സ്ക്രൂട്ടിനൈസ് ചെയ്യാന്ന് വെച്ചാൽ സൂക്ഷ്മമായി പരിശോധിക്കുക. അതായത് രണ്ടു കൂട്ടർക്കുടെ വ്യൂസ് എന്താണെന്ന് നോക്കി
അത് സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടാണ് ഒരു നല്ലൊരു സൊല്യൂഷനിലേക്ക് അവിടെ എത്തിച്ചേരുന്നത്. Hence the collective bargaining is a voluntary process. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് ഒരു വോളണ്ടറി പ്രോസസ്, സ്വമേധയായുള്ള പ്രോസസ് ആണ്. ഈ രണ്ട് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് ആരും ആരുടെ മേലും അടിച്ചേൽപ്പിക്കുന്ന കാര്യമല്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ ഇത് ആക്കണമെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നി അല്ലെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങുന്ന ഒരു കാര്യമാണ്. അല്ലാതെ പുറമേ ആരും ഫോഴ്സ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇതിനെ എന്തൊക്കെ പറയാം, ഈസ് എ വോളണ്ടറി പ്രോസസ്. ഹെൻസ് ദ കളക്റ്റീവ് ബാർഗൈനിങ് ഈസ് എ വോളണ്ടറി പ്രോസസ്. ക്ലിയർ ആണോ? അപ്പം രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞു രണ്ടുപേർക്കും ഒരേപോലെ ബാർഗൈനിങ് പവർ ഉണ്ട്. പിന്നെ അതൊരു ഫ്ലെക്സിബിൾ ആണ്, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. റിജിഡിറ്റി, ഇൻഫ്ലെക്സിബിലിറ്റി ഒക്കെ നമ്മൾ സ്മൂത്ത് ബാർഗൈനിങ് പ്രോസസ്സിൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത നാലാമത്തെ പോയിന്റിൽ എന്താ, കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് ഒരു വോളണ്ടറി ആണ്, സ്വമേധയാ ചെയ്യുന്നതാണ്. ഇനി അടുത്തത് നോക്കിയേ, ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇതെല്ലാം ഫീച്ചേഴ്സ് ആണ് കേട്ടോ. ഫീച്ചേഴ്സിൽ പറഞ്ഞത് ഏതാണ്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്നൊക്കെ നോക്കിക്കൊള്ളണം. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതൊക്കെ കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ് ആണ്. കളക്റ്റീവ് ബാർഗൈനിങ് ഈസ് നോട്ട് എ വൺ ടൈം പ്രോസസ്. ഇത് വൺ ടൈം അല്ല, ഒരു പ്രാവശ്യം മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല ഈ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. വിച്ച് ബിഗിൻ വിത്ത് നെഗോഷിയേഷൻ ആൻഡ് എൻഡ്സ് വിത്ത് എഗ്രിമെന്റ്. അതായത് നമ്മളൊരു ചർച്ചയിൽ ആരംഭിച്ച് ഒരു എഗ്രിമെന്റിൽ ചേരുന്നതോടെ അവസാനിക്കുന്ന കാര്യമല്ല. എഗ്രിമെന്റിൽ എത്തി എന്ന് പറഞ്ഞാൽ പിന്നെ ബാർഗൈനിങ് ഇല്ല എന്നല്ല അവിടെ പറയുന്നത്. അതായത് ഈ നെഗോഷിയേഷൻ ആരംഭിച്ച്, ചർച്ചയിൽ ആരംഭിച്ച് എഗ്രിമെന്റിൽ എത്തിച്ചേരുന്ന ഇത് എന്താ വൺ ടൈം പ്രോസസ് അല്ല ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. എഗ്രിമെന്റിൽ എത്തിച്ചേർന്നാലും അതിനുശേഷം ബാർഗൈനിങ് അവിടെ നടക്കണ്ട്. And it is an ongoing and continuous course of action. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന തുടർച്ചയായ കണ്ടിന്യൂസ് ആക്ഷൻ ആണ്. ഇറ്റ് ഈസ് ആൻ ഓൺഗോയിങ് ആൻഡ് കണ്ടിന്യൂസ് കോഴ്സ് ഓഫ് ആക്ഷൻ. അണ്ടർലൈൻ ചെയ്തോട്ടോ. When the two parties agrees on matter, ഈ പാർട്ടികളും രണ്ട് കക്ഷികളും, അതായത് മാനേജ്മെന്റും എംപ്ലോയിയും എന്താ agree on matter, it is just a starting of collective bargaining. കണ്ടോ, അതായത് ആ എഗ്രിമെന്റിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ആ കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ സ്റ്റാർട്ടിങ് മാത്രം, അതിന്റെ ഒരു തുടക്കം മാത്രമാണ്. It is just the starting of collective bargaining. ആ എഗ്രിമെന്റിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ഒരു തുടക്കം മാത്രമാണ്. This agreement has to be implemented in a continuous manner. ഈ എഗ്രിമെന്റ് തുടർച്ചയായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക. Okay, and further negotiation should be initiated. കണ്ടോ, അതായത് നമ്മൾ ഒരു എഗ്രിമെന്റിലേക്ക് എത്തിച്ചേരുമല്ലോ, കൂടാതെ ഇനി നമ്മുടെ ഫ്യൂച്ചറിലേക്ക്, ഇനി ഭാവിയിലേക്ക് എന്ത് ചെയ്യണം, കൂടുതൽ നെഗോഷിയേഷൻ, കൂടുതൽ കളക്റ്റീവ് ബാർഗൈനിങ് ഉണ്ട്. അല്ലാതെ അവിടെ ഒരു പ്രാവശ്യം നമ്മൾ എന്താ പറയുക ഒരു എഗ്രിമെന്റിൽ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കളക്റ്റീവ് ബാർഗൈനിങ് അവിടെ അവസാനിക്കില്ല. ഇത് ഓൺഗോയിങ് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. എഗ്രിമെന്റിൽ എത്തിച്ചേർന്നു, ഓക്കെ, അതിനുശേഷം ഇനി ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, കളക്റ്റീവ് ബാർഗൈനിങ് നടത്തുന്നുണ്ട്. ക്ലിയർ അല്ലേ? അതായത് ഒരു എഗ്രിമെന്റിൽ എത്തിച്ചേരുന്നതോടെ ഇത് അവസാനിക്കുന്നില്ല, അവസാനിക്കുന്ന ഒരു പ്രോസസ് അല്ല. ആ എഗ്രിമെന്റിൽ എത്തിച്ചേരുക എന്നുള്ളത് എന്താണ്, കളക്റ്റീവ് ബാർഗൈനിങ് ഒരു തുടക്കമാണ്. ഇനി ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇനിയും കളക്റ്റീവ് ബാർഗൈനിങ് ആരംഭിക്കും. ഇനിഷ്യേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആരംഭിക്കുക, തുടരണം, ഇനിയും അത് തുടരണം. ഓക്കെ, ഓക്കെ ആണോ? അഞ്ചാമത്തെ പോയിന്റ്. യെസ്. ഇനി അടുത്ത ഡൈനാമിക് ആണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താ, ചലനാത്മകമാണ്. The process of collective bargaining itself is a dynamic one, and the concept undergoes a lot of changes and develop over time. കണ്ടോ, അതായത് അത് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഒരു പ്രശ്നമോ കാര്യങ്ങളോ വന്നു, നമ്മൾ കളക്റ്റീവ് ബാർഗൈനിങ് നടത്തി, അപ്പൊ അതിനൊരു സൊല്യൂഷൻ കിട്ടി, നമുക്ക് ഒരു എഗ്രിമെന്റിൽ എത്തിച്ചേർന്നു. പക്ഷെ ഇനി അടുത്തൊരു പ്രശ്നം അവിടെ വരികയല്ലേ, അല്ലെ? മാറ്റങ്ങൾക്ക് വിധേയമാകുകയാണ്. അതായത് കാലത്തിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങളും പുരോഗതിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവണമെന്നില്ല നെക്സ്റ്റ് വരുന്നത്.
ഇതാണ് ആ കാലത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഒത്തിരി മാറ്റങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും പുരോഗതികളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഉണ്ടെങ്കിലോ a lot of changes are developed over time. കാലത്തിനനുസരിച്ച് അവിടെ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. There are several changes in the management agreements. പല മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മാനേജ്മെന്റിന്റെ കരാറിലെത്തുന്ന രീതിയില്, ആ എഗ്രിമെന്റിൽ എത്തുന്ന രീതിയില്, ഇംപ്ലിമെന്റേഷൻ അത് നടപ്പിലാക്കുന്ന രീതിയില്, ആ എഗ്രിമെന്റ് ക്യാരി ഔട്ട് അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന രീതിയില് മാറ്റങ്ങളുണ്ട്. ആൻഡ് കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഓഫ് ദ പാർട്ടി. കോഗ്നിറ്റീവ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്തെങ്കിലും വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും അതേക്കുറിച്ച് ചിന്തിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള കഴിവാണ്. ഒരു ബ്രെയിനിന്റെ ഒരു കഴിവിനെയാണ് കോഗ്നിറ്റീവ് എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതും ഓരോ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ അതിന് മാറ്റങ്ങൾ വരുന്നുണ്ട്. പണ്ടത്തെ പോലെ ആവണമെന്നില്ല. ഇപ്പൊ ഫ്യൂച്ചറിലേക്ക് വരുന്ന കാര്യങ്ങള് ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതാണ്. അതുകൊണ്ടാണ് അതൊരു ഡൈനാമിക് ആണെന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചറിൽ പറയുന്നത് ഡൈനാമിക് ആണ്. ഇപ്പത്തെ ആ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കില്ല ഇനി ഫ്യൂച്ചറില്. കണ്ടോ, എന്താണ് there are several changes in the manner agreements are. എഗ്രിമെന്റിൽ എത്തിച്ചേരുന്ന രീതിയിൽ മാറ്റങ്ങൾ വരാം. ഇംപ്ലിമെന്റേഷൻ അത് ആ എഗ്രിമെന്റ് നടപ്പിലാക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരാം. കോഗ്നിറ്റീവ് എബിലിറ്റീസ്, ഈ പാർട്ടീസിന്റെ കോഗ്നിറ്റീവ് എബിലിറ്റീസ്, അതായത് അവർ ചിന്തിക്കുന്ന രീതി, മാനേജ്മെന്റ് ആണെങ്കിലും അതുപോലെ എംപ്ലോയർ ആണെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും അത് പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അവർക്കുടെ കഴിവ് അത് മാറാം. കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നം ആ ഒരു സൊല്യൂഷൻ പരിഹരിച്ച രീതിയിലാവില്ല ഇനി വരുമ്പോഴും. അതും ഡൈനാമിക് ആണ്. These rapid changes are responsible for making the process dynamic and evolved one. അപ്പൊ ഇങ്ങനെ ഈ പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കാലത്തിനനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റങ്ങള്, ആ മാറ്റങ്ങളാണ് ഈ പ്രക്രിയയെ നമ്മുടെ ചലനാത്മകവും അതുപോലെ തന്നെ അത് കുറച്ചും കൂടി പുരോഗമനപരവുമാക്കുന്നത്. ഡൈനാമിക് ആൻഡ് ഇവോൾവ്ഡ് വൺ. ഈ മാറ്റങ്ങളാണ് കുറച്ചും കൂടി ഈ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ ചലനാത്മകവും, മാറ്റങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡൈനാമിക് ആൻഡ് ഇവോൾവ്ഡ് വൺ. അത് കുറച്ചും കൂടി അതിനെ ഉയർച്ചയിലേക്കും പുരോഗതിയിലേക്കും എത്തിക്കുന്നത്. ഓക്കെ, ഇനി ഏഴാമത്തെ പോയിന്റ് പവർ റിലേഷൻ. പവർ റിലേഷൻ, അധികാര ബന്ധം. പവർ, അധികാരം, റിലേഷൻ, ബന്ധം. പവർ റിലേഷൻ, അധികാര ബന്ധം. The workers and management share a relationship in which both want to extract the maximum from each other by offering the least. കണ്ടോ, അതായത് എംപ്ലോയിയും ഈ മാനേജ്മെന്റും അവർ തമ്മിലുള്ള അധികാര ബന്ധമാണ് പവർ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് രണ്ട് കൂട്ടരും എന്താ ചെയ്യുക, കുറഞ്ഞ ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് അവര് പരമാവധി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കും. മാനേജ്മെന്റും അങ്ങനെയാണ്, കുറഞ്ഞ വർക്കേഴ്സിന് കുറഞ്ഞ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് പരമാവധി ബെനിഫിറ്റ് നേടാൻ നോക്കും. അതുപോലെ നമ്മുടെ വർക്കേഴ്സും അങ്ങനെയാ. നമ്മൾ പറയില്ലേ, അവര് കുറച്ച് എഫേർട്ട് എടുത്തുകൊണ്ട് കൂടുതൽ ബെനിഫിറ്റ് നേടാനാണ് അവര് നോക്കുന്നത്, കൂടുതൽ കാര്യങ്ങൾ സ്വന്തമാക്കാനാണ് അവര് ആഗ്രഹിക്കുന്നത്, അല്ലെ? അപ്പൊ however consensus can only be ഒരു കരാറിലേക്ക്, കൺസെൻസ് എന്ന് പറഞ്ഞ ഒരു കരാർ. അപ്പൊ ഈ ഒരു കരാറിലേക്ക് എങ്ങനെയാ എത്തിച്ചേരുന്നത്? can only be reached when draw back from their position and accept less than their demands and give more than what is offered initially. കണ്ടോ, എപ്പോഴും നമ്മൾ ഒരു എഗ്രിമെന്റിലേക്ക് എത്തിച്ചേരുമ്പോൾ എപ്പോഴാണ് നമ്മള്, അല്ലെ? അപ്പൊ നമ്മളിപ്പോ മുന്നേ ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇനിഷ്യലി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഓഫർ ചെയ്തു, ഇല്ലേ? ഇന്ന പോലെ ഇത്ര സമയം വർക്കിംഗ് ടൈം ആണ്, ഇത്ര രൂപയാണ് നിങ്ങൾക്ക് ഒരു ഡെയിലി ഇത്ര രൂപയാണെന്നൊക്കെ ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ ഓഫർ ചെയ്തു. പക്ഷേ എന്താണ്, ഈ ചർച്ചയിലൂടെ എത്തുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനകത്ത് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പിന്നോട്ടാവണം. അതായത് എന്താ പറയാ, ആദ്യം ആ പറഞ്ഞ കാര്യത്തിന് കുറച്ചൊരു വിട്ടുവീഴ്ച അവിടെ നടത്തണം, അല്ലേ? അതാണ് അവർ തങ്ങളുടെ ആ ആദ്യം പറഞ്ഞ കാര്യം ഓഫർ ചെയ്തതില്ലേ, അതിൽ നിന്ന് കുറച്ച് പിന്നോട്ട് പോവുകയും കുറച്ച് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാക്കുമ്പോൾ മാത്രമേ എന്തിലേക്ക് എത്താൻ പറ്റുള്ളൂ, ഒരു
കരാറിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അല്ലേ? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കടയിൽ മേടിക്കാൻ പോയി, എന്താ പറയാ, ഇപ്പൊ ഒരു ചുരിദാർ 750 രൂപ എന്ന് പറഞ്ഞു, നമ്മൾ പറയാ അത് ഇത്ര കൂടുതലാ, ഒരു 700 രൂപ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയൂലേ. അപ്പൊ ആ കച്ചവടക്കാരൻ എന്താ പറയാ, അതൊന്നും പറ്റില്ല, 750 രൂപ തന്നെ എന്ന് പറഞ്ഞ് കട്ടയ്ക്ക് നിൽക്കുവാണെങ്കിൽ അതൊരു ഇതിലേക്ക് എത്തോ? അപ്പൊ അവൻ എന്ത് ചെയ്യും? അവര് ചിലപ്പോ കുറച്ചൊരു വിട്ടുവീഴ്ച, ഓക്കെ, ഒരു 230 രൂപ, അത് കുറയ്ക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ എന്താ പറയാ, അങ്ങനെ പറയില്ല. അതായത് ഇനിഷ്യല് നമ്മൾ പറഞ്ഞില്ലേ, ആ ഇനിഷ്യല് പറഞ്ഞ കാര്യത്തിൽ നിന്ന് കുറച്ച് നമ്മൾ ഒരു വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു നല്ലൊരു എഗ്രിമെന്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ മാനേജ്മെന്റ് ആണെങ്കിൽ ആദ്യം കട്ടയ്ക്ക് പറഞ്ഞ കാര്യങ്ങൾ എംപ്ലോയി കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അവര് കുറച്ച് ബാക്കിലേക്ക് നിൽക്കണം. മനസ്സിലായോ? കുറച്ച് വിട്ടുവീഴ്ച ചെയ്യണം. അതുപോലെ മാനേജ്മെന്റ് എംപ്ലോയി ആണെങ്കിലും ഇന്നതൊക്കെ പറയുമ്പോൾ കുറച്ച് നമ്മളൊന്ന് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഒരു ഫ്ലെക്സിബിൾ ആയി കൊടുക്കണമെന്ന്. കുറച്ച് കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ, ആ ഒരു എഗ്രിമെന്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. This helps the management to hold on its power and control on workplace matters. അപ്പൊ ഇതിൽ സഹായിക്കുന്നു മാനേജ്മെന്റിന്റെ അവരുടെ അധികാരം പിടിക്കാൻ. ഇപ്പൊ മാനേജ്മെന്റ്, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ എന്താ, ഒരു മാനേജ്മെന്റ് നമ്മളോട് പറഞ്ഞു ഇന്ന ഇതാണ് ബെനിഫിറ്റ്സ് ആണ് ഇവിടെ തരുന്നത്, ഇങ്ങനെയാണ്, ഇത്ര രൂപയാണ് എന്നൊക്കെ പറഞ്ഞു നിന്നു. ഓക്കെ, അപ്പൊ അത് നമ്മള് എന്താ പറയാ, അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ എംപ്ലോയി അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവര് പരസ്പരം ഒരു എഗ്രിമെന്റിൽ എത്തണമെങ്കിൽ അതിന് കുറച്ചൊരു വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ട് വരും അവിടെ. അപ്പൊ ഇപ്പൊ മാനേജ്മെന്റ് പറഞ്ഞ കാര്യത്തോട് ചിലപ്പോ എംപ്ലോയി അവിടെ അത് സ്വീകരിച്ചാലല്ലേ, അല്ലേ? മാനേജ്മെന്റ് പറഞ്ഞ കാര്യത്തിനോട് എംപ്ലോയി അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ സ്വീകരിച്ചാലല്ലേ നമുക്ക് ആ ഒരു നല്ല സ്മൂത്ത് ആയിട്ട് പോകുള്ളൂ. അപ്പോ ആരാണ്, മാനേജ്മെന്റിനാണെങ്കിൽ തങ്ങളുടെ അധികാരം, ഞങ്ങൾ പറഞ്ഞ പോലെ എംപ്ലോയി അതിൽ ആ വഴിക്ക് വന്നു എന്നൊരു തോന്നൽ വരൂലേ. അപ്പൊ ആ മാനേജ്മെന്റിനാണെങ്കിലും അവരുടെ ഒരു അധികാരം ആണ് ഇത് പറയുന്നത് ബാർഗെയിനിങ്ങില്. മനസ്സിലായോ? അവിടെ പറഞ്ഞേക്കണേ, this helps the management to hold on its power. അവർക്കുടെ ഒരു അധികാരം അത് കോട്ടയാക്കി പിടിക്കുക എന്നുള്ളത്, അത് കൺട്രോൾ ഓൺ വർക്ക് പ്ലേസ് മാറ്റേഴ്സിന് എന്റെ അധികാരം, എനിക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടെ മാനേജ്മെന്റിന്, അത് കാണിക്കാൻ മാനേജ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. The union also apply this policy. ഈ പോളിസി എന്റെ യൂണിയൻ അപ്ലൈ ചെയ്യും to strengthen their hold over workers and retain their power. അവർക്ക് പവർ, അധികാരം നിലനിർത്താൻ വർക്കേഴ്സും എന്ത് ചെയ്യും, ഇത് ഇപ്പൊ മാനേജ്മെന്റ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ആ യൂണിയനും എന്താ, അവരും അവർക്കുടെ കാര്യങ്ങൾ പറഞ്ഞ് അപ്പൊ അവിടെ എംപ്ലോയി മാനേജ്മെന്റ് കുറച്ച് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ഇവരല്ലേ ജയിക്കുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ പരസ്പരം രണ്ടു കൂട്ടരും, ഇപ്പൊ ഒരു കൂട്ടർ ഇച്ചിരി പിന്നോട്ട് മാറി വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ മറ്റേ കൂട്ടര് ജയിച്ച ഒരു രീതിയല്ലേ വന്നത്? ആണോ? ഓപ്പോസിറ്റും ചിന്തിക്കാം നമുക്കത്, രണ്ടു കൂട്ടരും. ഇപ്പൊ ഞാൻ ഇച്ചിരി ബാക്കിലേക്ക് നിന്ന് വിട്ടുവീഴ്ച ചെയ്യുമ്പോ മെച്ചാളെ എന്താ ഓർക്ക, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ വന്നു, അപ്പൊ എന്റെ ഒരു അധികാരമാണ് കാണിക്കുന്നത്, അല്ലെ? ആ ഒരു പവർ. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഈക്വലി മാനേജ്മെന്റിനും അങ്ങനെ ചിന്തിക്കാം, യൂണിയനും അങ്ങനെ ചിന്തിക്കാം. അപ്പൊ രണ്ടുപേർക്കുടെയും ആ ഒരു ശക്തിയാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അതാണ് പവർ റിലേഷൻ, അധികാര ബന്ധം. അടുത്തതാണ് റെപ്രസെന്റേഷൻ. റെപ്രസെന്റേഷൻ റെപ്രസെന്റേഷൻ ഓക്കെ, അതായത് റെപ്രസെന്റ് ചെയ്യാം. In collective bargaining, the main participants do not represent themselves. In collective bargaining, main participants എന്ത് ചെയ്യുന്നില്ല, do not, അവരും പരസ്പരം അതായത് do not അവർക്ക് വേണ്ടിയല്ല. അതായത് എന്താ പറയാ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എംപ്ലോയിയുടെ ഭാഗത്ത് നിന്ന് റെപ്രസെന്റേറ്റീവ്സ് ആണ് സംസാരിക്കുന്നത്. അപ്പോ എന്താണ്, മെയിൻ പാർട്ടിസിപ്പൻസ് ഡു നോട്ട് റെപ്രസെന്റ്, അവര് മാത്രമല്ല റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ അതിനകത്ത് പോയിട്ട് എന്റെ പേരിലല്ല അവിടെ, ഞാൻ ആരാണ്, എംപ്ലോയിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്. അതായത് നോട്ട് റെപ്രസെന്റ് ദംസെൽസ്, നമ്മളെല്ല അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഞാൻ എല്ലാവർക്കും വേണ്ടി സംസാരിക്കാൻ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ്.
that they represent the claims of the workers and management. Managementന്റെ വർക്കേഴ്സിന്റെ ക്ലൈംസ് കാര്യങ്ങളെ കുറിച്ച് അവര് റെപ്രസെന്റ് ചെയ്യുന്നു. when negotiating എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവര് പരസ്പരം ചർച്ചകൾ കാര്യങ്ങൾ നടത്തും. Collective bargaining requires that the representatives of union deal directly with the employersമായിട്ട് ഈ യൂണിയന്റെ റെപ്രസെന്റേറ്റീവ്സ് എന്ത് ചെയ്യുന്നു, നേരിട്ട് ഡീൽ ഡയറക്ട്ലി, നേരിട്ട് ഡീൽ ചെയ്യുന്നത്. അതാണ് കളക്റ്റീവ് ബാർഗൈനിങ്ങിന് വേണ്ടത്. representatives of the union deal directly, നേരിട്ട് ഡീൽ ചെയ്യും with the employersമായിട്ട്, നേരിട്ട് എന്ത് ചെയ്യും. The union are authorized to bargain with the employers on work related matters. അതുപോലെ തന്നെ നമ്മുടെ യൂണിയനും എന്തുണ്ട്, യൂണിയൻ are authorized, അധികാരമുണ്ട് to bargain with the employersമായിട്ട് ബാർഗെയിൻ ചെയ്യാൻ. ഏതിന്? on work related matters, വർക്കുമായി തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില് ഈ യൂണിയന് എന്തുണ്ട്, അധികാരമുണ്ട്, എംപ്ലോയറുമായിട്ട് ബാർഗെയിൻ ചെയ്യാനുള്ള അധികാരം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, റെപ്രസെന്റേഷൻ ആണ്. അതായത് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല അവിടെ സംസാരിക്കുന്നത്. എന്താണ്, എന്ത് വേണ്ടിയിട്ടാണ്, എന്താ നമ്മൾ എന്താ പറയാ, അവർക്ക് ഒരു എംപ്ലോയറിനെ എല്ലാവർക്കും വേണ്ടിയാ പറയുന്നത്. റെപ്രസെന്റേറ്റീവ്സ് എല്ലാവർക്കും വേണ്ടി അവിടെ സംസാരിക്കുന്നത്, അല്ലാതെ ഒരാളുടെ ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, നോട്ട് അവർക്ക് സ്വന്തമായിട്ടല്ല. ഇപ്പൊ ഞാൻ പോയ എന്റെ കാര്യം മാത്രമല്ല അവിടെ പറയുന്നത്, എല്ലാ എംപ്ലോയിക്ക് വേണ്ടിയാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു റെപ്രസെന്റേഷൻ ആണ്. ക്ലിയർ ആയോ? അത് മെയിൻ പാർട്ടിസിപ്പന്റ്, ഇവിടെ മെയിൻ ആയിട്ട് ആ ചർച്ചയിൽ പാർട്ടിസിപ്പന്റ് ചെയ്യുന്ന ആള് എന്താണ്, ഡു നോട്ട് റെപ്രസെന്റ്, തന്റെ സ്വന്തമല്ല റെപ്രസെന്റ് ചെയ്യുന്നത്. അവര് കുറെ ആളുകൾക്ക് വേണ്ടിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മാനേജ്മെന്റും വർക്കേഴ്സും ഒക്കെ ഒരുമിച്ച് ചർച്ചകളിലൂടെ എന്താണ്, അവർക്കുടെ വർക്കേഴ്സിന്റെ മാനേജ്മെന്റിന്റെ ഒക്കെ ക്ലൈംസ് കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്താണ് അവിടെ ചർച്ചകളിൽ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യൂണിയന്റെ റെപ്രസെന്റേറ്റീവ്സ് എംപ്ലോയറുമായിട്ട് നേരിട്ടാണ് എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഈ യൂണിയൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളില് എംപ്ലോയറിനോട് ബാർഗെയിൻ ചെയ്യാൻ ആ യൂണിയന് പൂർണ്ണമായ അധികാരമുണ്ട്. ഇനി അടുത്തതാണ് ബൈ പാർട്ടിറ്റൈൽ പ്രോസസ്. ബൈ പാർട്ടിറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ, പാർട്ടൈറ്റ്, ബൈ പാർട്ടൈറ്റ് കേട്ടോ. ബൈ പാർട്ടൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടർക്കും ദ്വികക്ഷി പ്രക്രിയയാണ്. രണ്ട് കൂട്ടർക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്രക്രിയയാണ്. Collective bargaining is a bipartite process. അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. Bipartite process. That is, there is no interference on any third party. അവിടെ അതിന്റെ ഇടയിൽ മൂന്നാമതൊരാൾക്ക് ചാൻസ് ഉണ്ടോ? ഇല്ല, അവര് ഇടപെടേണ്ട കാര്യമില്ല. There is no interface. ഇന്റർഫേസ് ചെയ്യാന്ന് വെച്ചാൽ അതിനകത്ത് കയറി ഇടപെടേണ്ട ആവശ്യമില്ല. മൂന്നാമതൊരാള് കയറേണ്ട ആവശ്യമില്ല അതിന്റെ ഇടയിൽ. All the decisions are taken by employer and employee by negotiation face to face with each other. എല്ലാ തീരുമാനവും എങ്ങനെ എടുക്കുന്നത്? എല്ലാ തീരുമാനം എങ്ങനെയാ? എംപ്ലോയറും എംപ്ലോയിയും ഫേസ് ടു ഫേസ് ആയി നിന്നുകൊണ്ട്, അല്ലെ, അവര് മുഖാമുഖം നിന്നുകൊണ്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് അതിന്റെ ഇടയ്ക്ക് മാനേജ്മെന്റിന്റെയും എംപ്ലോയിയുടെയും ഇടയിലേക്കൊക്കെ വേറെ മൂന്നാമതൊരാൾക്ക് ഒരു ചാൻസും ഇല്ല. രണ്ടുപേരും തമ്മിലുള്ള പ്രോസസ്സ് മാത്രമാണ്. ഓക്കെ, അവിടെ ഒരു മൂന്നാമതൊരാൾക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള അധികാരം ഇല്ല, ഇടപെടുന്നില്ല. എല്ലാ ഡിസിഷനും എടുക്കുന്നത് എങ്ങനെയാണ്? എംപ്ലോയറും എംപ്ലോയിയും ഫേസ് ടു ഫേസ് ആയി നിന്നുകൊണ്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ബൈ പാർട്ടൈറ്റ് രണ്ടുപേരും ദ്വികക്ഷി പ്രോസസ് ആണ്, പ്രക്രിയയാണ്. ഇനി അടുത്ത് നോക്കിയ റൂൾ മേക്കിംഗ് ആണ്. നിയമം ഉണ്ടാക്കുന്നതാണെന്ന്. റൂൾ മേക്കിംഗ്, നിയമം ഉണ്ടാക്കുന്നത്, അതാണ് അടുത്തൊരു ഫീച്ചേഴ്സ്. കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ മറ്റൊരു ഫീച്ചറാണ് റൂൾ മേക്കിംഗ്. എന്ന് വെച്ചാൽ നിയമം ഉണ്ടാക്കും, റൂള് ഉണ്ടാക്കുക ചെയ്യുന്നത്. റൂൾ മേക്കിംഗ്, that is reaching an agreement by specifying rules pertaining to employment relationship, is the purpose of collective bargaining.
അതായത് നമ്മൾ ആ എംപ്ലോയ്മെന്റ് അല്ലെ, ആ തൊഴിലുമായി ബന്ധപ്പെട്ട് എന്താ കൃത്യമായിട്ടുള്ള നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ടാക്കുക. അതാണ് കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഇല്ലേ? അതായത് അവര് ചർച്ച നടത്തിയിട്ട് ഇന്ന കാര്യങ്ങള് എന്നൊരു എഗ്രിമെന്റിലേക്ക് എത്തുവാണല്ലേ. അപ്പൊ അവിടെ അവരിപ്പോ എംപ്ലോയി ആണെങ്കിലും മാനേജ്മെന്റ് ആണെങ്കിലും കോമൺ ആയിട്ട് നടപ്പിലാക്കേണ്ട ചില നിയമങ്ങള് ആ ഒരു കരാറിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്. അവിടെ ഇതാണ് ഒരു നിയമം ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. Reaching an agreement by specifying rules pertaining to the employee relationship. Employment relationship-ഉമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ റൂൾസ് അവിടെ ഉണ്ടാക്കുക ചെയ്യുന്നത്. It is the purpose of, അതാണ് ഒരു കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ ഒരു ഉദ്ദേശം. ഒരു നിയമം ഉണ്ടാക്കും, അല്ലാതെ എംപ്ലോയർ മാത്രം നിന്നുകൊണ്ട് കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നാൽ അത് എംപ്ലോയി അംഗീകരിക്കണമെന്നില്ല. രണ്ടുപേരും കൂടി ചർച്ചകൾ നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു പൊതുവായിട്ടുള്ള ഒരു നിയമം അവിടെ ഉണ്ടാക്കുക ചെയ്യുന്നത്. വ്യവസ്ഥകളും നിയമവും ഒക്കെ ഏത് തൊഴിലുമായി ബന്ധപ്പെട്ടത് ഉണ്ടാക്കും. ഇനി 11ാമത്തെ പോയിന്റ്, പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ്. എന്താണ്? താല്പര്യങ്ങളെ സംരക്ഷിക്കും. It is the tool and the procedure to protect the interest of the workers. വർക്കേഴ്സിന്റെ താല്പര്യങ്ങള് അല്ലേ? It is a tool and ഒരു ടൂളും ആണ്, ഒരു പ്രൊസീജിയറും ആണ്. എന്താ? പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ വർക്കേഴ്സ്. വർക്കേഴ്സിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ടൂളും ഒരു പ്രൊസീജിയറും നടപടിക്രമവുമാണ് ഏത്? ഈ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. For discussion and negotiation between the parties, this institution or instrument is used widely in industrial organization. കണ്ടോ? അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ ഡിസ്കഷനും നെഗോഷിയേഷനും ഒക്കെ രണ്ട് പാർട്ടീസ് തമ്മിൽ ഡിസ്കഷനും നെഗോഷിയേഷനും ഒക്കെ ഉണ്ടാകും, ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതിന് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനെ ഈ കളക്റ്റീവ് ബാർഗെയിനിങ് ഉപയോഗിക്കും. അതാണ് ആ ഒരു ഡിസ്കഷനും നെഗോഷിയേഷനും രണ്ട് പാർട്ടിയും തമ്മിലുള്ള ചർച്ചയിലൂടെ ഒരു എഗ്രിമെന്റിൽ എത്തിച്ചേരുന്നു. ഇതാണ് ആ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന്, അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ കളക്റ്റീവ് ബാർഗെയിനിങ്. അതായത് നമ്മുടെ ഈ വർക്കേഴ്സിന്റെ താല്പര്യങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നു, അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നു, അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് അത് കറക്റ്റ് ആയിട്ട് കൊടുക്കാനും എല്ലാത്തിനെയും വർക്കേഴ്സിന്റെ എല്ലാ വിധത്തിലുള്ള താല്പര്യങ്ങളെയും അവരുടെ അവകാശങ്ങളെയും ഒക്കെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ടൂൾ ആൻഡ് പ്രൊസീജിയർ ആണ് കളക്റ്റീവ് ബാർഗെയിനിങ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. Dash is a tool and a procedure to protect the interest of the workers. ഇതാണ് കളക്റ്റീവ് ബാർഗെയിനിങ്. അത് അണ്ടർലൈൻ ചെയ്തോണ്ട് കേട്ടോ. പിന്നെ 9ാമത്തെ പോയിന്റ് കേട്ടോ, ബൈപാർട്ടൈറ്റ് പ്രോസസ്. കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് എ ബൈപാർട്ടൈറ്റ് പ്രോസസ്. അതും അണ്ടർലൈൻ ചെയ്തിടാം. അവിടെ മൂന്നാമത്തെ ഒരാൾക്ക് അതിന്റെ ഉള്ളില് ഇടപെടുന്നില്ല. There is no interface of third party. മൂന്നാമതൊരു തേർഡ് പാർട്ടിക്ക് അവിടെ ഒരു വോയിസും ഇല്ല. ഇനി അടുത്ത ലാസ്റ്റ് ആണ് 12ാമത്തെ പോയിന്റ്, ഇന്റഗ്രൽ പാർട്ടാണ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആസ് ഇറ്റ് ഈസ് എ ടെക്നിക് which make an effort to reconcile that the needs and objectives of workers and employers. Reconcile. ഇവിടെ എന്താ പറഞ്ഞേക്കണേ? ഇത് ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് ഈ കളക്റ്റീവ് ബാർഗെയിനിങ്. കളക്റ്റീവ് ബാർഗെയിനിങ് ഇല്ലാതെ നമുക്ക് കൂട്ടായ ഒരു തീരുമാനത്തിലേക്ക് എത്താനോ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഒന്നും പറ്റില്ല അല്ലേ? നമുക്ക് എങ്കിൽ മാത്രമാണ് രണ്ട് കൂട്ടർക്കും ഒരുപോലെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞാൽ എംപ്ലോയിയുടെയും ഒക്കെ ലക്ഷ്യങ്ങളും അതുപോലെ അവരുടെ ആവശ്യങ്ങളും പരസ്പരം ഒത്തുതീർപ്പിലാക്കാൻ സഹായിക്കുന്ന വളരെ മികച്ച ഒരു മാർഗമാണ് ഈ കളക്റ്റീവ് ബാർഗെയിനിങ്. അണ്ടർലൈൻ ചെയ്ത ലാസ്റ്റ് സെന്റൻസും It is an integral part of industrial society as it is a technique. It is a technique which makes an effort of reconcile the needs and the objectives of workers and employees. Workers in the employee day അവരുടെ ആവശ്യങ്ങളെയും ലക്ഷ്യങ്ങളെയും ഒക്കെ പരസ്പരം ഒത്തുതീർപ്പാക്കാൻ
റീകൺസൈൽ എന്ന് പറഞ്ഞാൽ ഒത്തുതീർപ്പിലേക്ക് എത്തിക്കുക. ഒത്തുതീർപ്പിലാക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച ഒരു മാർഗമാണ് ഏത് കളക്റ്റീവ് ബാർഗൈനിങ്. 12 ഫീച്ചേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അഞ്ചാമത്തെ എന്താണ്? ഇത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. നമ്മളൊരു എഗ്രിമെന്റിൽ എത്തിയെന്ന് വെച്ചാൽ അവിടെ തീരൂല. ഫ്യൂച്ചറിലേക്കും കളക്റ്റീവ് ബാർഗൈനിങ് നടന്നുകൊണ്ടിരിക്കും. പിന്നെ എന്താണ്? ഒരു ഡൈനാമിക് ആണ്, ചലനാത്മകമായിട്ടുള്ള കാര്യമാണ്. പല മാറ്റങ്ങൾ വരുന്നുണ്ട്, മാറ്റങ്ങൾക്ക് അനുസരിച്ച് അവിടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഡൈനാമിക് പ്രോസസ് ആണ്. പിന്നെ എന്താണ്? വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഷെയർ ചെയ്യാനായിട്ട് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ്, അധികാര ബന്ധം അവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അടുത്തത് റെപ്രസെന്റേഷൻ. റെപ്രസെന്റേഷൻ ആണ്. അതായത് ഒരാളെ മാത്രം റെപ്രസെന്റ് ചെയ്യല്ല, ഒരു കൂട്ടം ആളുകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ രണ്ടുപേർക്കും ബൈ പാർട്ടൈറ്റ് പ്രോസസ് ആണ്. അതായത് അവിടെ രണ്ടുപേര് മാത്രം ഉള്ളതാണ്, മൂന്നാമതൊരാൾക്ക് അവിടെ ചാൻസ് ഇല്ല. പിന്നെ റൂൾ മേക്കിംഗ്, പൊതുവായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ താല്പര്യങ്ങളെ, വർക്കേഴ്സിന്റെ താല്പര്യങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ അടുത്തത് ഇന്റഗ്രൽ പാർട്ടാണ്. വർക്കേഴ്സിന്റെ, എംപ്ലോയീസിന്റെ അവർക്കിടെയൊക്കെ കാര്യങ്ങളെ, ആവശ്യങ്ങളെയൊക്കെ ഒത്തുതീർപ്പിലാക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച ഒരു കാര്യമാണ് കളക്റ്റീവ് ബാർഗൈനിങ്. ക്ലിയർ ആണോ നോക്കിക്കോട്ടോ. 12 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി ബാക്കിത്തെ എടുക്കണോ അതോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കണോ? ഇനി ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞ ഒരു 4 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇമ്പോർട്ടൻസ് മുതൽ വന്ദന മിസ് അവിടെ എടുത്തായിരുന്നില്ലേ നിങ്ങൾക്ക്? ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് തുടങ്ങിയിട്ടില്ലേ മിസ്? തുടങ്ങിയോ? രേഷ്മ, ശില്പ, ആര്യ, ദിവ്യ, ശ്രീലക്ഷ്മി, ശ്രുതി, ലക്ഷ്മി തുടങ്ങിയോ? അവിടെ വന്ദന മിസ് കളക്റ്റീവ് ബാർഗൈനിങ്, ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് മുതൽ നിങ്ങൾക്ക് തുടങ്ങിയായിരുന്നു? അവിടെ തുടങ്ങിയിട്ടില്ല, മിസ് തുടങ്ങിയിട്ടില്ല അല്ലേ? ഇനിയിപ്പോ മിസ്സിന് 2 ക്ലാസ് ഒറ്റയ്ക്ക് കിട്ടും അല്ലെ? പിന്നെ ചിലപ്പോ ട്യൂസ്ഡേ എന്റെ ക്ലാസ് മിസ്സിന് വേണമെന്ന് പറയണ്ടായിരുന്നു. അതോ ഇനി ഒബ്ജക്റ്റീവ് തുടങ്ങണോ റിവിഷൻ ചെയ്യണോ? നിങ്ങൾ പറഞ്ഞേ. ഇനിയിപ്പോ എന്തായാലും തിങ്കളാഴ്ച ഒരു ക്ലാസ് എനിക്ക് എന്തായാലും കിട്ടും. പിന്നെ മൺഡേ ട്യൂസ്ഡേ അല്ലേ നമുക്ക് വന്നത്. ഇനി ഇതിന് കണ്ടിന്യൂ ചെയ്തെടുക്കണോ? ഇമ്പോർട്ടൻസും കൂടി പറയണോ? അതോ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കണോ? ഇങ്ങനെയാ വേണ്ടേ? ഇതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യണോ? റിവിഷൻ മതി. എന്നാൽ ഒബ്ജക്റ്റീവ്സ് നമുക്ക് തിങ്കളാഴ്ച ഇതുപോലെ കുറച്ച് നേരം, കുറച്ചല്ലേ ഉള്ളൂ, 4 പോയിന്റ്സ് ഉള്ളൂ, പെട്ടെന്ന് കഴിയും. എന്നിട്ട് ബാക്കി എന്താ തരാം. എന്നൊക്കെ റിവിഷൻ നോക്കാം. ജസ്റ്റ് ആ ഒബ്ജക്റ്റീവ്സ് മാത്രം, ഹെഡിങ് മാത്രം ഒന്ന് നോക്കിയോട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഇന്നിപ്പോ ക്വസ്റ്റ്യൻ ഇടാൻ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക്. അപ്പൊ ഒബ്ജക്റ്റീവ്സ് ഏതാണ് മെയിൻ പോയിന്റ്സ് ഒന്ന് നോക്കിയോ. ഓക്കെ, നോക്കി ഏതാണ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാന്ന് നോക്കി. ഒബ്ജക്റ്റീവ്സ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ്. കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ എന്താ? ടു ഗീവ് ഓപ്പർച്യൂണിറ്റി ടു വർക്കേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ്. ഈ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കേഴ്സിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നൽകും. എളുപ്പമാണ് ഇനി കേട്ടോ. അതെന്നെ അടുത്ത ക്ലാസ്സിൽ നോക്കാം, മൺഡേ ബാക്കിയത് നോക്കാം. ടു ഗീവ് ഓപ്പർച്യൂണിറ്റി ടു വർക്കേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ് അല്ലേ? വർക്കറിന് അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ലേ? അതാണ് ഒന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവ് ലക്ഷ്യം. പിന്നെ അടുത്ത രണ്ടാമത്തെ നോക്കിയേ, ടു ഇംപ്രൂവ് മാനേജ്മെന്റ് വർക്കർ റിലേഷൻഷിപ്പ്. കണ്ടോ? മാനേജ്മെന്റും വർക്കറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ. പിന്നെ അടുത്ത നോക്കിയേ, മൂന്നാമത്തെ, ടു റിസോൾവ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്. ഇൻഡസ്ട്രിയൽ വ്യവസായ തർക്കങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും. ടു റിസോൾവ് ചെയ്യാം ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്, വ്യവസായ തർക്കങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും. പിന്നെ അടുത്ത എന്താ? ടു ഗീവ് ബെനിഫിറ്റ് ടു എംപ്ലോയി. എന്താണ്? എംപ്ലോയിക്ക് ബെനിഫിറ്റ് നൽകാൻ സഹായിക്കും. ടു ഗീവ് ബെനിഫിറ്റ്സ് ടു എംപ്ലോയി, എംപ്ലോയിക്ക് ബെനിഫിറ്റ് നൽകാനും സഹായിക്കും. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്നാൽ ഡീറ്റെയിൽ നോക്കാം കേട്ടോ. ഇനിയിപ്പോ അതിനകത്ത് എനിക്ക് ക്വസ്റ്റ്യൻ ഇടാൻ അല്ലെങ്കിൽ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് 4 പോയിന്റ്സ് പറഞ്ഞേട്ടോ. ഒബ്ജക്റ്റീവ്സ്
വർക്കേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നൽകും. വർക്കറും മാനേജ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഇൻഡസ്ട്രിയൽ റെസ്പ്യൂട്ട് വ്യവസായ തർക്കങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും. പിന്നെ എംപ്ലോയിക്ക് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകാനും സഹായിക്കും. ക്ലിയർ അല്ലേ? 4 പോയിന്റ്സ് മാത്രമേ പറഞ്ഞുള്ളൂ. ഡീറ്റെയിൽ നമുക്ക് മൺഡേ നോക്കാം. ഇത് ചെറിയ പോർഷൻ അവിടെ കിടന്നോട്ടെ. അല്ലെങ്കിൽ ഫുള്ള് റിവിഷൻ ആവുമ്പോൾ നിങ്ങൾ മടുക്കുക അല്ലേ? അപ്പൊ ഒബ്ജക്റ്റീവ്സ് 4 പോയിന്റ്സ് കഴിഞ്ഞിട്ട് ബാക്കി സമയവും കൂടി നമുക്ക് റിവിഷൻ ചെയ്യാം. അപ്പൊ എന്നാ ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. നമുക്ക് കുറച്ച് സമയമുള്ളൂ, 15 മിനിറ്റ്. ആദ്യം മനസ്സിലാക്കാൻ മറന്നുപോയോ? ഓക്കെ. Okay. Okay, question വായിക്കട്ടെ. Question വായിക്കാം, ഓപ്ഷൻസ് പറയാം കേട്ടോ. നിങ്ങൾ നോക്കാം. Employee benefits are also popularly known as. Employee benefits നെ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ ഡയറക്റ്റ് വേജ്, ഓപ്ഷൻ ബി ഇൻസെന്റീവ്സ്, ഓപ്ഷൻ സി ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്, ഓപ്ഷൻ ഡി പെർഫോമൻസ് ബോണസസ്. ടെസ്റ്റ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. എംപ്ലോയി ബെനിഫിറ്റ്സ് ഓൾസോ നോൺ ആസ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഓക്കെ, ഫ്രിഞ്ച് ബെനിഫിറ്റ് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 10. അടുത്ത് നോക്കിയേ. According to Gary Dessler, fringe benefits are defined as dash financial and non-financial payments. According to Gary Dessler, fringe benefits are defined as, അതായത് എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിനെ ഡിഫൈൻ ചെയ്തത്? ആസ് ഡാഷ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ പേയ്മെന്റ്. ഒന്നാമത്തേല് ഓപ്ഷൻ എയില് ഡയറക്റ്റ് ഫിനാൻഷ്യൽ, ഓപ്ഷൻ ബിയില് ഇൻഡയറക്റ്റ് ഫിനാൻഷ്യൽ, ഓപ്ഷൻ സി ഹവർലി, ഓപ്ഷൻ ഡി പെർഫോമൻസ് ബേസ്ഡ്. ഏതാ? എങ്ങനെയാ? ഇൻഡയറക്റ്റ്, നേരിട്ടുള്ളതല്ല അല്ലേ? ഇൻഡയറക്റ്റ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ പേയ്മെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. One of the key features of employee benefits is that they are a form of dash. One of the key feature of employee benefits is that they are a form of dash. Option A, direct compensation. Option B, additional compensation. Option C, performance related pay. Option D, hourly wages. എന്താണ് നമ്മൾ എംപ്ലോയി ബെനിഫിറ്റിന്റെ ഒരു ഫീച്ചർ? ഡയറക്റ്റ് കോമ്പൻസേഷൻ ആണോ? നേരിട്ടുള്ള സാലറി ആയിട്ട് കൊടുക്കുന്നതാണോ? ഓപ്ഷൻ ബി അഡീഷണൽ കോമ്പൻസേഷൻ, അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നതല്ലേ അല്ലേ? അഡീഷണൽ കോമ്പൻസേഷൻ ആണ്. പിന്നെ അടുത്ത സിയില് പെർഫോമൻസ് റിലേറ്റഡ് പേ അല്ല, പെർഫോമൻസ് നോക്കി കൊടുക്കുന്നതൊന്നും അല്ല. ഓപ്ഷൻ ഡിയില് അവർലി വേജസ്, അവർലി കൊടുക്കുന്ന വേജസ് ആണ്. ഏതാ? അഡീഷണൽ കോമ്പൻസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. What is the primary objective of offering employee benefits? Previous question paper ചോദിച്ചതാണ്. What is a primary objective of offering employee benefits? Employee benefits offer ചെയ്യുന്നതുകൊണ്ടുള്ള primary objective എന്താ? Option A, to decrease employee motivation. To decrease, കുറയ്ക്കാൻ employee motivation. Option B, to attract the most talented job seekers. To attract ചെയ്യണം, ആകർഷിക്കാൻ most talented job seekers. എംപ്ലോയി ബെനിഫിറ്റ് കൊടുക്കുന്നത് കൊണ്ടുള്ള, ഓഫർ ചെയ്യുന്നത് കൊണ്ടുള്ള ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ. പിന്നെ ഓപ്ഷൻ സിയില് ടു ഇൻക്രീസ് HR കോസ്റ്റ്.
HR കോസ്റ്റ് വർദ്ധിപ്പിക്കാൻ. ഓപ്ഷൻ ഡി ടു ഇൻക്രീസ് ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ലേബർ. മാനേജ്മെന്റ് തൊഴിലാളി തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കാൻ. ഏതാണ് ആ ബെനിഫിറ്റ് എന്തിനാ കൊടുക്കുന്നത്? ഓഫർ ചെയ്യുന്നത് കൊണ്ട് എന്താണ്? ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ, കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകാനാണെന്ന് തോന്നുന്നു അല്ലെ? മോക്ക് ടെസ്റ്റിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് പറഞ്ഞത്. ഓക്കെ, എല്ലാവരും മെസ്സേജ് ചെയ്യുന്നുണ്ട്. നല്ല കുട്ടികളായിട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണവരാണല്ലോ. എന്താണ്? ടു അട്രാക്ട് ദ മോസ്റ്റ് ടാലന്റഡ് ജോബ് സീക്കേഴ്സ് അല്ലേ? ജോബ് സീക്കേഴ്സിന്റെ ടാലന്റ് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. ക്വസ്റ്റ്യൻ വരുമ്പോ എന്ത് പറ്റി? ഓർമ്മ കിട്ടിയില്ലേ? ജസ്മിനി പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് അത് നിങ്ങൾ വേറെ ഒന്നും അല്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഫ്രീ ആയിട്ടല്ലേ ഇവിടെ ഇരിക്കണേ ക്ലാസ്സിലാണ് അല്ലേ? അല്ലേ? ഞാൻ പറഞ്ഞുതരാം അതെന്താ കാര്യം. ഇപ്പൊ നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നേ. അപ്പൊ നിങ്ങൾക്ക് എന്തിപ്പോ തെറ്റിയാലും ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ എക്സാമിന് ഒരു ടെൻഷൻ കൊണ്ടാ പിള്ളേരെ. നിങ്ങൾക്ക് അറിയില്ല എന്നിട്ടല്ല. അതാ ഞാൻ പറഞ്ഞ ടെൻഷൻ അടിക്കല്ലേ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എക്സാം വരുമ്പോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആ മോക്ക് ടെസ്റ്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് മൊഡ്യൂൾ എക്സാം ഞാൻ പറഞ്ഞല്ലോ, ആ മോക്ക് ടെസ്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് തന്നെ പഠിക്കുക നന്നായിട്ട്. അതിപ്പോ എത്രയോ ക്ലാസ് കൊണ്ട് നമ്മൾ എടുക്കുന്നത് അല്ലേ? 8 9 ക്ലാസ് ചെയ്യാം. അപ്പൊ തന്നെ 9 × 5 45 ക്വസ്റ്റ്യനോട് ഡയറക്റ്റ് കിട്ടിക്കഴിഞ്ഞോടെ അത് നന്നായിട്ട് പഠിക്കും നിങ്ങൾ. പിന്നെ മെയിൻ എക്സാം ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗൈഡ് ഉണ്ടല്ലോ, ആ ഗൈഡിനെ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും മെയിൻ എക്സാമിന്. അപ്പൊ അതും പഠിക്കേ. അല്ലാതെ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് ആരും തെറ്റിക്കല്ലേ. ഇപ്പൊ ക്ലാസ്സിൽ ആരും തെറ്റിച്ചില്ല, എല്ലാവരും കറക്റ്റാ പറയണേ. ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ തന്നെ നിങ്ങളങ്ങ് എഴുതിക്കോ. അയ്യോ എക്സാം ആണെന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. എല്ലാ കുട്ടികളും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണ്ടല്ലോ. അതെന്താ? നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആവണേ അല്ലേ? നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആയിട്ട് അവിടെ മെസ്സേജ് ഇട്ട് ചെയ്തേ. മറ്റേ എക്സാം ആണല്ലോ എന്നൊരു ടെൻഷനും കൊണ്ട് മാത്രം. അല്ലാതെ അറിയില്ലാഞ്ഞിട്ട് എല്ലാം തെറ്റിക്കുന്നേ നിങ്ങള്. ഇത്രയും ക്ലാസ്സുകളും ഒക്കെ എടുത്ത ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്ന എല്ലാ കുട്ടികളും എക്സാം കഴിഞ്ഞ് കഴിയുമ്പോ മെസ്സേജും കാര്യങ്ങളൊക്കെ പിന്നെ ക്ലാസ്സിൽ പറയാം, അയ്യോ മിസ് എനിക്ക് അറിയാമോ, എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് തെറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ ഞാൻ ഓപ്ഷൻ വായിച്ചപ്പോ മാറിപ്പോയി, പെട്ടെന്ന് വായിച്ചപ്പോ ഇതായിപ്പോയി, അല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റുമോ, ഇത്രയും സമയം കൊണ്ട് എഴുതി തീർക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷനിൽ ഞാൻ വേഗം എഴുതിയപ്പോ മാറിപ്പോയി, അങ്ങനെയൊക്കെ പറയാം. നിങ്ങൾ ദൈവത്തെ ഓർത്ത് അങ്ങനെ ടെൻഷൻ അടിക്കാതെ കൂളായിട്ടിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തിടുന്ന ആരും തെറ്റിച്ചില്ലല്ലോ, ആ ഒരു കോൺഫിഡൻസും കൂടി കിട്ടും നിങ്ങൾക്ക്. അപ്പൊ നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ കേട്ടോ. മോക്ക് ടെസ്റ്റുകൾ എന്തായാലും ഇരുന്ന് പഠിക്കാലോ നിങ്ങൾക്ക്. അത് നന്നായിട്ട് ഇരുന്ന് പഠിക്കാം. അത് തന്നെ എക്സാമിന് നിങ്ങൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മുടെ ഈ മോക്ക് ടെസ്റ്റിൽ ഇട്ട് തന്നത് നിങ്ങൾക്ക്. അപ്പൊ എക്സാമിനൊക്കെ നിങ്ങൾക്ക് അത്രയും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ മെയിൻ എക്സാം നിങ്ങൾക്ക് ഗൈഡ് ഉണ്ട്, അതും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ് ആ എംപ്ലോയി ബെനിഫിറ്റ് ഓഫർ ചെയ്യുന്നത് കൊണ്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ്? നമുക്ക് കൂടുതൽ ടാലന്റഡ് ആയിട്ടുള്ളവരെ എന്താ ജോബ് സീക്കേഴ്സിനെ അട്രാക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ്. വർക്ക് ചെയ്യാത്ത പേയ്മെന്റ് ഇല്ലേ, നമ്മൾ പറഞ്ഞില്ലേ, അത് ക്ലാസ് എടുത്ത് പറഞ്ഞാ ഇപ്പൊ നമ്മൾ 1 മണിക്കൂർ നമുക്ക് കറണ്ടില്ല, ജോലി ചെയ്യാൻ പറ്റിയില്ല, പേയ്മെന്റ് തന്നെ നമുക്ക് അല്ലേ. പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക് ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെനിഫിറ്റ്സ്. അത് ഏത് ബെനിഫിറ്റ്സിൽ വരുന്നതാണ്? ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് വായിക്കുന്നതും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്താ പറയാ നോക്കുക. അപ്പൊ നമുക്ക് ആൻസർ തെറ്റില്ല. Payment for time not worked include which of the following benefits? ഒന്നാമത്തെ retrenchment compensation. അടുത്തത് ഓപ്ഷൻ ബിയില് പെയ്ഡ് ഹോളിഡേ ആൻഡ് പെയ്ഡ് വെക്കേഷൻ. ഓപ്ഷൻ സിയില് ലേ ഓഫ് കോമ്പൻസേഷൻ. ഓപ്ഷൻ ഡിയില് എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട്. ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോ. അപ്പൊ പിന്നെ എന്തായാലും തെറ്റിക്കൂല. ഏതാ വർക്ക് ചെയ്യാത്ത സമയത്തെ പേയ്മെന്റ് എന്ന് പറയുന്നത്? ഏതാ? പെയ്ഡ് ഹോളിഡേ, ശമ്പളത്തോട് കൂടിയുള്ള അവധി. അങ്ങനെ കേട്ടിട്ടില്ലേ? അത് പെയ്ഡ് വെക്കേഷൻ ആണ്. ഇപ്പൊ പെയ്ഡ് ഹോളിഡേ ഇനിയിപ്പോ അവധിയാണെങ്കിലും എനിക്ക് പേയ്മെന്റ് ഉണ്ട്, ആ ദിവസത്തെ പൈസ എനിക്ക് കിട്ടും. അതാണ് വർക്ക് ചെയ്യാത്ത ആ ടൈമില് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഏതാണ്? പെയ്ഡ് ഹോളിഡേ ആണ്, പെയ്ഡ് വെക്കേഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നാൽ തെറ്റിക്കോ? ഇനി ഇല്ലല്ലോ, ആരും തെറ്റിക്കൂല. ഇപ്പൊ നമ്മൾ പഠിച്ചു പോണില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആ 4 പോയിന്റ്സ് കൂടി അടുത്ത ക്ലാസ്സിൽ എടുക്കട്ടെ.
ബാക്കി സമയം ഇതുപോലെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ എക്സാമിന് ക്ലാസ്സിൽ നിന്ന് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് പഠിക്കാനും പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. Double the normal salary rate for working on a paid holiday is known as. Okay, paying double the normal salary. കേട്ടോ, അതിനകത്ത് ഓപ്ഷൻ എയില് ഷിഫ്റ്റ് പ്രീമിയം, ഓപ്ഷൻ ബിയില് ഹോളിഡേ പേ, ഓപ്ഷൻ സിയില് പെയ്ഡ് വെക്കേഷൻ, ഓപ്ഷൻ ഡിയില് ലേ ഓഫ് കോമ്പൻസേഷൻ. ഏതാണ്? paying double the normal salary rate for working on a paid holiday. അതിനകത്ത് തന്നെ paid holiday, അതിനകത്ത് തന്നെ ആൻസർ ഏതാ? പെയ്ഡ് ഹോളിഡേ ഈസ് ഹോളിഡേ പേ. തിരിച്ചെഴുതിയാൽ മതി. ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ്. എല്ലാവരും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഹോളിഡേ പേ. കണ്ടോ? ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ? ആ ക്വസ്റ്റ്യനിൽ തന്നെ അവിടെ ആൻസർ ഇല്ലേ? പെയ്ഡ് ഹോളിഡേ എന്നുള്ളത് തിരിച്ചെഴുതി നമ്മള് ഹോളിഡേ പേ. ഓക്കെ, ഇനി അത് എന്തായാലും തെറ്റിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. A premium paid to workers who have worked for an odd hours shift is called. Odd hours shift is called. A premium paid to workers who have worked for an odd hours shift is called dash. Option A. അതെ, അവിടെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞു. ഓപ്ഷൻ വേണ്ടാന്ന് ലക്ഷ്മി വെച്ചുട്ടുണ്ട്. ഓപ്ഷൻ എ ഹോളിഡേ പേ, ഓപ്ഷൻ ബി പെയ്ഡ് വെക്കേഷൻ, ഓപ്ഷൻ സി ജസ്റ്റ് ഷിഫ്റ്റ് പ്രീമിയം, ഓപ്ഷൻ ഡി എൻറിച്ച്മെന്റ് കോമ്പൻസേഷൻ. അവിടെയും ഇല്ലേ ഷിഫ്റ്റ് ഈസ് കോൾഡ് എന്ന് പറയുമ്പോൾ നേരെ ഇടാം ഷിഫ്റ്റ് പ്രീമിയം. കണ്ടോ? പ്രീമിയം എന്നുണ്ട്, ഷിഫ്റ്റിലും ഉണ്ട് ക്വസ്റ്റ്യൻ. ആൻസർ അവിടെ ക്വസ്റ്റ്യനിൽ തന്നെ കിടക്കുന്നുണ്ട്. ആൻസർ ഏതാണ്? ഷിഫ്റ്റ് പ്രീമിയം ആണ്. ഓക്കെ, the Industrial Dispute Act 1947 provides for compensation in cases of. ഇതിലാണ് compensation provide ചെയ്യുന്നത് കേട്ടോ. 1947 ആക്ട് ആണ്. Industrial Dispute Act 1947. ആ ഒരു ഇയർ കൂടി ഒന്ന് നോക്കിയോളൂ കേട്ടോ. ഏത് ഇയർ ആണ്? 1947 ആണ്. ഓപ്ഷൻ എയില് പെയ്ഡ് ഹോളിഡേ ആൻഡ് വെക്കേഷൻ, ഓപ്ഷൻ ബിയില് ലേ ഓഫ് ആൻഡ് റീട്രെച്ച്മെന്റ്, then option C the sickness and maternity, option D the old age and retirement. ഏതാണ്? ആ ആക്ടിനകത്ത് പറയുന്നുണ്ട് അവിടെ 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പ്രൊവൈഡ് ഫോർ ദ കോമ്പൻസേഷൻ ഇൻ ദ കേസസ് ഓഫ്. ഏത് കേസിലാണ്? ഓപ്ഷൻ ടെക്സ്റ്റിലുണ്ടല്ലോ, ആക്ടിന്റെ അടുത്ത് തന്നെ അങ്ങനെ തന്നെ കിടക്കണ്ട. ഏത് കേസിലാണ് കോമ്പൻസേഷൻ പറയുന്നത്? ഓപ്ഷൻ ബി. അതന്നെ, ലേ ഓഫ് ആൻഡ് റിട്രെച്ച്മെന്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കി കേട്ടോ. ലേ ഓഫ് കോമ്പൻസേഷൻ ഈസ് ടിപ്പിക്കലി, ലേ ഓഫ് കോമ്പൻസേഷൻ ഇപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അനുസരിച്ച് പറയുന്നതാണ് 1947. ലേ ഓഫ് കോമ്പൻസേഷൻ ഈസ് ടിപ്പിക്കലി പെയ്ഡ് ഓൺ വാട്ട് റേറ്റ്? എത്ര? ആ പെർസെന്റേജ് എത്രയാണ്? 100% of basic wage, option B is 75% of basic wage, option C is 50 പകുതി അല്ലേ? 50% ബേസിക് വേജിന്റെ 100 ഇയർനെസ് അലവൻസിന്റെ പകുതിയാണ് അവിടെ പറയുന്നത്. 50% ആണ് കേട്ടോ ലേ ഓഫ് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. മൊത്തം കൊടുക്കൂല, 75% അല്ല, പകുതി, കറക്റ്റ് പകുതി 50% ഓപ്ഷൻ ഡിയിൽ 25% ഓഫ് ദ ടോട്ടൽ ബേസിക് വേജ്. നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 ആണ്. ആ ആക്ട് അനുസരിച്ച് കോമ്പൻസേഷൻ എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന എന്തിലാണ്? ലേ ഓഫ് ആൻഡ് റിട്രെച്ച്മെന്റിലാണ്. ഇതിലാണ് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് ലേ ഓഫ് കോമ്പൻസേഷൻ എങ്ങനെയാ കൊടുക്കുന്നത്? നമ്മുടെ ബേസിക് വേജിന്റെ 50%. ക്ലിയർ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. 4 പോയിന്റ്സ് പെട്ടെന്ന് പറഞ്ഞിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പൊ തന്നെ അടുത്ത ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. മൺഡേ ഉണ്ട്. ഓക്കെ.